ദൈവനാമത്തിന് മഹത്വം. ഈ അനുഗ്രഹീതമായ പകൽക്കാലം ദൈവാത്മാവിൽ ദൈവവചനം നമ്മളോട് ഇങ്ങനെ ഇടപെടുന്നു. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം അതിൻ്റെ 17-ാമത്തെ വാക്യം. ലോകം അവനെ കാണുകയോ അറിയുകയോ ചെയ്യായികയാൽ അതിനവനെ ലഭിപ്പാൻ കഴിയില്ല. നിങ്ങളോ അവൻ നിങ്ങളോടുകൂടെ വസിക്കുകയും നിങ്ങളിൽ ഇരിക്കുകയും ചെയ്യുന്നതുകൊണ്ട് അവനെ അറിയുന്നു. ഈ നല്ല പ്രഭാതത്തിൽ നമ്മെ ഓർപ്പിക്കുന്നതായി ദൈവവചനം പലപ്പോഴും ലോകത്തിന് കാണുവാൻ കഴിയാത്തത്, ലോകം പലപ്പോഴും തിരിച്ചറിയുവാൻ സാധിക്കാത്ത ദൈവിക ശ്രേഷ്ഠതയുടെ അമൂല്യതയെ നമ്മെ അറിയിക്കുവാൻ തക്കവണ്ണം നമ്മിലുള്ള വിശ്വാസത്തിലൂടെ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നു. അവൻ നമ്മളിൽ വസിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരുന്നു എന്ന് മാത്രമല്ല, അവൻ നമ്മളിൽ ഇരിക്കുകയും അവൻ നമ്മുടെ കൂടെ വസിക്കുകയും ചെയ്യുന്ന ദൈവമാണ്. ആകയാൽ ഈ കാലയളവിൽ നാം ഏകരല്ല എന്നുള്ള തിരിച്ചറിവ്, മുൻപോട്ട് യാത്ര ചെയ്യുന്ന സാഹചര്യങ്ങളുടെ നടുവിൽ ഏത് സാഹചര്യത്തിലും പ്രതികൂലത്തിലും നമ്മുടെ കർത്താവ് നമ്മിൽ ഇരിക്കുന്നു എന്നുള്ള ആ വലിയ ബോധ്യം നമ്മെ ഓരോ നിമിഷവും ഭരിക്കേണ്ടതാണ്. ലോകത്തിനറിയാത്ത വൻ കാര്യങ്ങൾ കർത്താവ് നമ്മിലേക്ക് ആത്മമണ്ഡലത്തിൽ പകർന്നു തരുവാൻ അവൻ വിശ്വസ്തനായ ദൈവമാണ്. ആകയാൽ ദൈവകരങ്ങളിൽ നമ്മെ ഈ നല്ല പ്രഭാതത്തിൽ ഏൽപ്പിച്ചു കൊടുക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, ഈ ശബ്ദം കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരെയും നിന്റെ ദാസൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. കൃപ കൊണ്ടിരിക്കണം യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.